സാറിന് നമസ്കാരം. വീണ്ടും അനൂപ് വിൻസെൻ്റ്. കുറേ നാളുകളായി ഒരു വീഡിയോ ഇട്ടിട്ട്. എന്നും വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ വേറെ ചില കാര്യങ്ങളുടെ പുറകിലായിരുന്നത് കൊണ്ട് അത് സാധ്യതയില്ല. ഒരു 2-3 മാസമായിട്ട്. എന്തായാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ. അപ്പോൾ അതാണ് ചർച്ചാ വിഷയം, ട്രോളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ എനിക്ക് ആ സിനിമയുടെ ഒരവസ്ഥ എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്ററിലൂടെ UK വന്നിരുന്നെങ്കിലും ആ സിനിമ കാണാൻ ഞാൻ പോയില്ല. പക്ഷെ ഇപ്പോൾ OTT വന്നപ്പോൾ ഞാൻ അത് കണ്ടു, വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ എന്താ പറയുക, വേച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ എന്തൊക്കെയോ വേച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മുഴച്ചിരിപ്പുണ്ട് സിനിമയിൽ. അപ്പോൾ എനിക്ക് ഈ സിനിമയെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വിനീത് ശ്രീനിവാസൻ ഒരു ക്ലീഷേകൾ ഒരുപാട് സിനിമകൾ കൊണ്ടുവരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരു വിധത്തിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വർക്ക് തിര തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ള സിനിമകളിൽ ട്രൈ ചെയ്യാതെ സേഫ് സോണിൽ നിന്നുകൊണ്ട് സേഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള സിനിമകൾ, പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ മാറിപ്പോയി, വഴിതെറ്റിപ്പോയി എന്ന് എനിക്കറിയാൻ പാടില്ല. തിര എന്ന് പറയുന്ന സിനിമ വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ മാതിരി ക്ലീഷകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കാം, എനിക്കതിന് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ആ സിനിമ ആയാലും വളരെ എൻജോയ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയുമെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഇനിയും അദ്ദേഹം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് മാത്രമാണ് എൻ്റെ സജഷൻ. നിങ്ങളെല്ലാവരും ഈ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ ഒരു വട്ടം പോലും കാണാനുള്ള സിനിമയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഒരു വട്ടം പോലും കാണാൻ ആ സിനിമയിൽ ഒന്നുമില്ല. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, അപ്പുവിന് അഭിനയിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അപ്പുവിനെ വെറുതെ വിട്ടുകൂടെ. അഭിനയിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല, അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. അതാരും പറയുന്നില്ല. മോഹൻലാലിനോടുള്ള അമിതമായുള്ള സ്നേഹമായിരിക്കാം. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, ഉള്ളത് തുറന്നു പറയാം. മോഹൻലാൽ ഫാനാണ്. പക്ഷെ അത് വിചാരിച്ച് മോഹൻലാലിൻ്റെ മകൻ്റെ ഫാനാവാൻ എനിക്ക് താല്പര്യമില്ല. മോഹൻലാലിൻ്റെ മകൻ്റെ ഫാനല്ല ഞാൻ. മോഹൻലാലിനെയാണ് എനിക്കിഷ്ടം, മോഹൻലാലിൻ്റെ അഭിനയമാണ് എനിക്കിഷ്ടം, ഇതാണ് എനിക്കിഷ്ടം. തുറന്നു പറയാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും വന്ന് കമൻറ്റിൽ പറയുന്നത്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അപ്പുവിനോടുള്ള ഈ പറയുന്ന മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പുവിനെ അഭിനയിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്ന എന്തിനാ, അപ്പുവിൻ്റെ വഴിക്ക് വിട്ടുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, സമ്മതിച്ചു. പക്ഷേ മോഹൻലാലിൻ്റെ മകന് 100% അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അഭിനയം വളരെ മോശമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല നിലയ്ക്കാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഫഹദ് ഫാസിലിനെ പോലെയൊക്കെ തിരിച്ചു വന്നുകൂടാ എന്നൊന്നുമില്ല. ഫഹദ് ഫാസിൽ കയ്യെത്തും ദൂരത്തിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷെ ഇന്നത്തെ ഫഹദ് ഫാസിൽ അതല്ല. അതുപോലെ ആയി മാറാൻ സാധ്യതയില്ലാത്തൊരു നടനൊന്നുമല്ല ഈ പറയുന്ന പ്രണവ് മോഹൻലാൽ. ആവുമായിരിക്കാം. ലൈഫ് എക്സ്പീരിയൻസസ്, ജീവിതത്തിലെ കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ ആയി മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാത്രകൾ, കാര്യങ്ങൾ, ഇതിലൂടെ അദ്ദേഹം പലതും പഠിച്ചെടുക്കും. അതുകൊണ്ട് ഭാവിയിൽ ഒരു നല്ല നടനായിട്ട് മാറാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അറ്റ് പ്രസൻ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ക്രിട്ടിസൈസ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം നന്നാവില്ല. എത്രത്തോളം ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നോ അത്രത്തോളം അയാൾ നന്നാവാൻ ശ്രമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അപ്പുവിനെ അഭിനയിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയില്ല. വളരെ മോശം അഭിനയമാണ്. അറിയില്ല 100%. അപ്പോൾ ഇനി ഭാവിയിൽ അദ്ദേഹം തെളിയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളും, അദ്ദേഹം ഒരുപാട് വായിക്കുന്ന ആളും യാത്ര ചെയ്യുന്ന ആളും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധ്യമാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ സാധാരണ ഇതൊരു സിനിമയുടെ എല്ലാ ഭാഗങ്ങളും കഥകളും ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും റിവ്യൂ ചെയ്യുന്ന ആളല്ല. അതിനെ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ജനറലായിട്ട് മാത്രമാണ് പറയാറ്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് മാത്രമേ ഞാൻ പറയാറ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വട്ടം പോലും കാണാനുള്ള സിനിമ ഇല്ല ഈ വിനീത് ശ്രീനിവാസൻ സിനിമ എന്ന് മാത്രമാണ്. നന്ദി, നമസ്കാരം.